നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെ രോഷമുയർത്തി ഒരു കൊലക്കേസ്. കുത്തേറ്റ് ചോര വാർന്നു കിടന്ന 18-കാരനായ വിദ്യാർത്ഥിയെ രക്ഷിക്കുന്നതിന് പകരം ഈ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവമാണ് ഇപ്പോൾ കടുത്ത വിമർശനത്തിന് ഇടയാക്കുന്നത്. ഫിനാൻസ് വിദ്യാർത്ഥിയായ ഹെൻറി നോവാക് സൗത്താംപ്ടണിൽ തെരുവിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. സിഖ് മതാചാര ആയുധമായ ക്രിപ്പാൻ ഉപയോഗിച്ച് 23-കാരനായ വിക്രം ദിഗ്ഗുയാണ് ആക്രമണം നടത്തിയതെന്ന് കോടതി കണ്ടെത്തി. എന്നാൽ സംഭവസ്ഥലത്തെത്തിയ പോലീസിനോട് താൻ വംശീയ ആക്രമണത്തിന് ഇരയായെന്ന് ദിഗ്ഗു പറഞ്ഞതോടെ അന്വേഷണം തെറ്റായ ദിശയിലായി. ആക്രമിക്കപ്പെട്ട വിദ്യാർത്ഥിയെ സംശയത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റിരുന്ന യുവാവ് പിന്നീട് കുഴഞ്ഞു വീണ് മരിച്ചു. ആക്രമണം നടത്തിയതായി ദിഗ്ഗു ആദ്യം പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നില്ലെന്നും കണ്ടെത്തി. സംഭവത്തിന് പിന്നാലെ ഹാംഷെയർ കോൺസ്റ്റാബുലറി മാപ്പ് പറഞ്ഞു. പരിക്കുകളുടെ ഗൗരവം തിരിച്ചറിയുന്നതിൽ വീഴ്ച സംഭവിച്ചതായി പോലീസ് സമ്മതിച്ചു. കേസ് ഇപ്പോൾ സ്വതന്ത്ര പോലീസ് നിരീക്ഷണ ഏജൻസിയുടെ അന്വേഷണ പരിധിയിലുമാണ്. അതേസമയം കൊലപാതക കുറ്റത്തിൽ വിക്രം ദിഗ്ഗു കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. പൊതുസ്ഥലത്ത് മാരകായുധം കൈവശം വെച്ചത് അടക്കമുള്ള കുറ്റങ്ങളും തെളിഞ്ഞു. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം മറച്ചുവെക്കാൻ സഹായിച്ച കേസിൽ ദിഗ്ഗുയുടെ അമ്മയും കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടെ പോലീസിന്റെ നടപടിക്രമങ്ങളും വംശീയ ആരോപണങ്ങൾ കൈകാര്യം ചെയ്ത രീതിയും രാജ്യത്ത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. സ്വാൻസിയിൽ ഇന്ന് റിമി മാജിക്. റിമി ടോമിയുടെയും സംഘത്തിന്റെയും മെഗാ ഷോയ്ക്കായി കാത്തിരിക്കുകയാണ് മലയാളികൾ. നാളെ ബ്രിസ്റ്റോൾ ഷോയിൽ ചിറമേലച്ചനും പങ്കെടുക്കും. റിമി ടോമിയും സംഘവും ഇന്ന് സ്വാൻസിയിലെത്തും. വൈകിട്ട് 6:30 ഷോ. UK-യിൽ ഉടനീളം നടത്തിയ ഹിറ്റ് പരിപാടികളുടെ തുടർച്ചയെന്ന രീതിയിൽ ഷോയുടെ ടിക്കറ്റുകൾ വലിയ തോതിലാണ് വിറ്റുപോകുന്നത്. മെയ് 30 ബ്രിസ്റ്റോളിലും മെയ് 31 പ്രസ്റ്റണിലും പരിപാടികൾ നടക്കും. ജൂൺ 2 ബെൽഫാസ്റ്റിലും ജൂൺ 5 മാഞ്ചസ്റ്ററിലും ജൂൺ 6 മെയ്ഡ്സ്റ്റോണിലും ജൂൺ 7 ബ്രാഡ്ഫോർഡിലുമാണ് ഷോകൾ ഒരുക്കിയിരിക്കുന്നത്. അടിച്ചുപൊളി പാട്ടുകളും മെലഡികളും കലാഭവൻ നൈസ് ടീമിന്റെ ഡാൻസുമൊക്കെയായി പരിപാടി വേദിയെ കീഴടക്കുമ്പോൾ കാണികളും വലിയ ആവേശത്തോടെയാണ് ഷോ സ്വീകരിച്ചിരിക്കുന്നത്. മെയ് 30 ബ്രിസ്റ്റോളിൽ നടക്കുന്ന ഷോയിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചിറമേലച്ചനും പങ്കെടുക്കും. കേൾക്കാം എന്ന വലിയ ഒരു ആശയം ഏവരിലേക്കും പങ്കിടാനാണ് അദ്ദേഹം എത്തുന്നത്. ഒറ്റപ്പെടുന്നവർക്ക് ആശ്വാസമാകാൻ മറുവശത്ത് അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമുണ്ടെന്നുള്ള ഉറപ്പാണ് കേൾക്കാം. ബ്രിസ്റ്റോയിലെ ഷോയിലൂടെ കേൾക്കാം എന്ന പദ്ധതി ഔദ്യോഗികമായി ഫാദർ ഡേവിസ് ചിറമേൽ ഉദ്ഘാടനം ചെയ്യും. ടിക്കറ്റിനായി റിഥം ക്രിയേഷൻസ് UK വെബ്സൈറ്റിൽ സന്ദർശിക്കാം. UK-യിലെ പ്രമുഖ മോർട്ട്ഗേജ് അഡ്വൈസിംഗ് സ്ഥാപനമായ ഇൻഫിനിറ്റി മോർട്ട്ഗേജ്, ലോ ആൻഡ് ലോയേഴ്സ്, ഫോക്കസ് ഫിൻഷുവർ ലിമിറ്റഡ്, GRB, എസ്റ്റേ കൺസൾട്ടൻസ് എന്നിവർ ഈ ഷോയുടെ സ്പോൺസേഴ്സാണ്. ബ്രിസ്റ്റലിലെ മെയ് 30 റിമി ടോമിയുടെ ഷോയിൽ ഞാനും വരുന്നുണ്ട്. കേൾക്കണം എന്ന് മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കാൻ തയ്യാറാകുന്ന കുറേ മനുഷ്യരുടെ ഒരു കൂട്ടം ഈ UK-യിൽ ആരംഭം കുറിക്കുകയാണ്. ഞാനുണ്ട്. സംഘർഷഭരിതമായ ജീവിതത്തിൻ്റെ നടുവിൽ നിങ്ങളെ ആശ്വാസത്തിൻ്റെ തണലേകാൻ കുറേ മനുഷ്യരുടെ ഒരു പറ്റം നമ്മൾ രൂപീകരിക്കുകയാണ്. കേൾക്കാം, ഇരിക്കടോ. നിങ്ങളുടെ എല്ലാ ടെൻഷനും ആകുലതകളുടെ സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോണ്ടില്ല, അത് തോന്നണ്ട എന്ന് പറയാൻ ഒരാള് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വിളിക്കാം, ഇരിക്കടോ, നമുക്ക് കേൾക്കാം. ലോകം ഉറ്റുനോക്കുന്ന US ഇറാൻ സമാധാന കരാറിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. 60 ദിവസത്തെ വെടിനിർത്തൽ നീട്ടാനും ആണവ വിഷയത്തിൽ പുതിയ ചർച്ചകൾ തുടങ്ങാനുമുള്ള ധാരണ ഇരു രാജ്യങ്ങളും തത്വത്തിൽ അംഗീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇനി ബാക്കിയുള്ളത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അംഗീകാരം മാത്രം. ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ പ്രതീക്ഷയ്ക്കിടയിലും സംഘർഷത്തിന്റെ നിഴൽ മാറിയിട്ടില്ല. കുവൈത്തിലെ അലി അൽസലേം എയർബേസിന് നേർക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തതിനെ അമേരിക്ക കടുത്ത ഭാഷയിൽ അപലപിച്ചു. മിസൈൽ തടഞ്ഞുവെങ്കിലും ഇത് വെടിനിർത്തൽ ലംഘനമാണെന്നാണ് വാഷിംഗ്ടണിന്റെ നിലപാട്. ബന്ദർ അബ്ബാസിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഇറാൻ ഡ്രോണുകളെയും അമേരിക്കൻ സേന വെടിവെച്ചിട്ടു. അതേസമയം ഹോർമുസ് കടലിടുക്ക് തുറന്നുവെക്കൽ, ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ, സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഭാവി എന്നിവയാണ് കരാറിലെ പ്രധാന വിഷയങ്ങൾ.
മരവിപ്പിച്ച ഇറാൻ ഫണ്ടുകൾ വിട്ടു നൽകാതെ ചർച്ചകൾക്ക് അർത്ഥമില്ലെന്നാണ് തെഹ്റാൻ ആവർത്തിക്കുന്നത്. മറുവശത്ത് ആണവായുധ സാധ്യത പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ആവശ്യത്തിൽ അമേരിക്ക ഉറച്ചു നിൽക്കുന്നു. ഇതിനിടെ ഇറാൻ എയർലൈൻസിന് മേൽ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച് സമ്മർദ്ദവും കൂട്ടിയിട്ടുണ്ട്. യുദ്ധവും സമാധാനവും തമ്മിലുള്ള അതിസൂക്ഷ്മമായ അതിർത്തിയിലാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ്. ട്രംപിന്റെ ഒരു തീരുമാനമാകും അടുത്ത 60 ദിവസത്തിന്റെ മാത്രമല്ല മേഖലയുടെ ഭാവിയുടെയും ദിശ നിർണ്ണയിക്കുക. ബ്രിട്ടനിൽ മരുന്ന് ക്ഷാമം റെക്കോർഡ് ഉയരത്തിലെത്തിയതായി മുന്നറിയിപ്പ്. ഇന്ധനവും ഊർജ്ജവിലയും മാത്രമല്ല ജീവൻ രക്ഷിക്കുന്ന മരുന്നുകളുടെ ലഭ്യതയും സമ്മർദ്ദം നേരിടുകയാണ്. ഹൃദ്രോഗം, വിഷാദം, ദഹന സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള മരുന്നുകളുടെ വിതരണത്തിലാണ് ഏറ്റവും വലിയ ആശങ്ക. NHS നിശ്ചയിച്ച വിലയ്ക്ക് ലഭിക്കാത്തതിനാൽ അധിക ചെലവിൽ എത്തിക്കേണ്ട മരുന്നുകളുടെ പട്ടികയിലേക്ക് സുപ്രധാന മരുന്നുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി ചേർക്കപ്പെടുന്നു. ഹൃദ്രോഗികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ബീറ്റ ബ്ലോക്കറുകളും ഇപ്പോൾ ആ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. UK-യിൽ മാത്രം പ്രതിവർഷം 50 മില്യണിലേറെ പ്രിസ്ക്രിപ്ഷനുകൾ ലഭിക്കുന്ന മരുന്നുകളാണ് ഇവ. നിലവിൽ സ്റ്റോക്ക് പൂർണ്ണമായും തീർന്നിട്ടില്ല. എന്നാൽ രോഗികൾക്കായി ആവശ്യത്തിന് എത്തിക്കാൻ ഫാർമസികൾ കൂടുതൽ ബുദ്ധിമുട്ടുകയാണ്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ മാത്രം 31 വിഭാഗങ്ങളിലുള്ള മരുന്നുകൾക്ക് ക്ഷാമം നേരിട്ടു. കഴിഞ്ഞ മാസം പ്രൈസ് കൺസെഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മരുന്നുകളുടെ എണ്ണം 210 ഉയർന്നു. ഇതാണ് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കണക്ക്. ആഗോള വിലവർധനയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും സ്ഥിതി വഷളാക്കുന്നു. ഇതിനിടെയാണ് യുദ്ധം മരുന്ന് വിതരണത്തെയും ബാധിക്കുന്നത്. മരുന്ന് ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്ക രോഗികൾക്കും ഫാർമസികൾക്കും ആരോഗ്യ മേഖലയ്ക്കും ഒരുപോലെ വർദ്ധിക്കുകയാണ്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.